ഒരു നിമിത്തം പോലെ ഞാനിന്ന് അമ്മയെ വഴിയെ കണ്ടു. പിന്നെ ഇതാണ് കേൾക്കുന്നത്. ഒരു കണക്കിന് നന്നായെന്ന് തോന്നും. ഒന്നും അനുഭവിക്കാതെ അമ്മ അങ്ങ് പോയി. അവസാന സമയത്ത് അമ്മ പഴയ കാലത്താണ് ജീവിച്ചിരുന്നത്. എൻ്റെ കുട്ടിക്കാലം, ചേട്ടന്മാരുടെ കുട്ടിക്കാലം, അച്ഛൻ ജീവിച്ചിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ അമ്മ പോയെന്ന് വിശ്വസിക്കാൻ പ്രയാസം. അടുത്ത മുറിയിൽ അമ്മയുണ്ടെന്ന തോന്നല എപ്പോഴും. അമ്മയ്ക്ക് പകരം അമ്മയേ ഉള്ളൂ. എന്നാലും അമൃത തളർന്നു പോകരുത്. എപ്പോഴും ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്ന് വിചാരിക്കണം. താങ്ക് യു. അല്ല, അത് ചോദിക്കാൻ മറന്നു. ഭാര്യയുമായി വഴക്കെല്ലാം പറഞ്ഞു തീർത്തോ? എനിക്കന്ന് വലിയ വിഷമായി. ഞാൻ കാരണം നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായത്. ഓ, അവളൊരു പാവം. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ അവക്കൊരു കളിപ്പാട്ടമാണ്. അത്രയേ ഉള്ളൂ. ചെറിയ പൊട്ടിത്തെറികളുണ്ടായി എന്നുവെച്ച് വലിയ കുഴപ്പമായില്ല താനും. കല്യാണം ആലോചിച്ച പെണ്ണിനോട് സെന്റിമെന്റ്സ് കാണിക്കുന്നു എന്നാണ് പരാതി. അത് സെന്റിമെന്റ്സ് അല്ലാന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല. ആർക്കായാലും തോന്നും. ഹരി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ആ കുട്ടിക്ക് അറിയോ? ഹോങ്കോങ്ങിൽ നിന്ന് ഞാൻ വന്നതേ ഉള്ളൂ. അപ്പോ ഉടനെ പോകുന്നതിൽ ചെറിയ പിണക്കം. സാരല്ല, ഞാൻ ചെന്നിട്ട് മാറ്റാം. അങ്ങനെയായിരുന്നെങ്കിൽ ഹരി വരേണ്ടിയിരുന്നില്ല. വെറുതെ ആ കുട്ടിയെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തിനാ? ഞാൻ അല്ലെങ്കിൽ തന്നെ എന്റേതായ വിഷമങ്ങളും പ്രയാസങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു മനപ്രയാസം കൂടി, അത് കഷ്ടമാണ്. ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യണ്ട, അതാ നല്ലത്. കുറഞ്ഞ പക്ഷം എന്റെ കാര്യത്തിലെങ്കിലും. അവക്ക് ഇഷ്ടമില്ലെങ്കിലും എനിക്ക് എന്റെ കടമ ചെയ്യാതെ പറ്റില്ലല്ലോ. അവള് കുട്ടിയാണ്. കുട്ടികൾ വാശി കാണിക്കും. അതൊക്കെ നമ്മളൊരു ഇത് അഡ്ജസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. എനിവേ, അമൃത വിഷമിക്കണ്ട. ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ അമൃതയെ സഹായിക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ, ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. താങ്ക് യു. എങ്കിൽ പിന്നെ കാണാം. ഞാൻ പോയി വഴക്ക് തീർക്കട്ടെ. അതിനാണല്ലോ എൻ്റെ അമ്മായിയച്ഛൻ എന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. See you. ഒരു റിക്വസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സജഷൻ എന്ന് വിചാരിക്കാം. ബെറ്റർ യു ഗെറ്റ് സെറ്റിൽ ഫാസ്റ്റ്. മനസ്സിലായില്ല. അല്ല, അമ്മ കൂടി പോയ സ്ഥിതിക്ക് അമൃത എത്രയും വേഗം വിവാഹം കഴിച്ച് സെറ്റിൽ ചെയ്യണം. വിഷ്ണുവിനും പ്രായം കൂടി വരുന്നു. അതെന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? പന്തലിടാനോ സാക്ഷിയായിട്ടപ്പെടാനോ സഹായം വേണമെങ്കിൽ അറിയിക്കണം. ഐ എം ഓൾവേസ് വിത്ത് യു. താങ്ക്സ്. ഓക്കെ. പ്രിയേ, എന്താ ഇത്? ഡോണ്ട് ബി ചൈൽഡിഷ്. പിന്നെ എന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഞാൻ പ്രത്യേകം പറഞ്ഞതാ എനിക്ക് തേങ്ങ അരക്കാത്ത കറി മതിയെന്ന്. എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ ഞാൻ കഴിച്ചോളൂ. വാട്ട് ആം ഐ, ഹെർ മെയ്ഡ്? എന്താടി, ഞാൻ നിന്റെ ജോലിക്കാരിയാ? ചുമ്മാതിരിക്കും മോളെ. എന്തിനാ ഇങ്ങനെ വെറുതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ വില കുറയ്ക്കുന്നത്? ഓ, അല്ലെങ്കിലും എനിക്കിവിടെ വില. ആരാ എനിക്കിവിടെ വില തരുന്നത്? ഡാഡി തരുന്നുണ്ടോ? വളരെ നല്ല ചോദ്യം അത്.
ഡാഡി തന്നില്ലെങ്കിലും ഭർത്താവ് വില തരും. അതുകൊണ്ടല്ലേ ഹരിശങ്കർ ഓടി വന്നത് എൻ്റെ ഭാര്യയുടെ ചവിട്ടുകൊള്ളാൻ. ഞാനെപ്പോഴും ഹരിയെ ചവിട്ടിയത്? ഹരി എപ്പോഴും എന്നെ താഴ്ത്തി കിട്ടും. അന്നാ പെണ്ണിന്റെ മുമ്പിലും എന്തൊക്കെയാ ഹരി പറഞ്ഞത്? ഹരി എന്റെ കളിപ്പാട്ടാണെന്നും എനിക്കൊരു സീരിയസ്നെസ്സും ഇല്ലെന്നും. പിന്നെ പറഞ്ഞു ഞാൻ ഹരിയെ ചവിട്ടുമെത്തയാക്കിയെന്ന്. ഞാൻ നിന്റെ കളിപ്പാട്ടമോ ചവിട്ടുമെത്തയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ സെറ്റിൽ ചെയ്തോ, ഞാൻ പോകുന്നു. പക്ഷേ അപ്പൊ ഹരിയുടെ ശബ്ദത്തിന് വേറൊരു ടോണായിരുന്നു. യു വെറ്റ് സാഡ് ആസ് ഇഫ് യു മിസ് ഹർ ഇൻ ലൈഫ്. അവളെ വിവാഹം കഴിക്കാൻ പറ്റാത്തതിൽ ഹരിക്കൊരു വിഷമം പോലെ. അതൊക്കെ വെറുതെ നീ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. ഞാൻ തമാശയായിട്ട് പറഞ്ഞു, അമൃത തമാശയായിട്ടത് മനസ്സിലാക്കി. അതിന്റെ അർത്ഥം എന്താ? എനിക്ക് തമാശ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന്. എനിക്ക് ഹരിയെ മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്ന് അല്ലേ? ഞാൻ ഇന്നത്തെ ദിവസം ഒരു വക കഴിച്ചിട്ടില്ല. ഹരി വരുന്നതും കാത്തിരുന്നു. എനിക്ക് വിശന്നില്ല ഹരി. 8 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഓരോ നിമിഷവും കാത്തിരിക്കുകയായിരുന്നു. ഹരിയുടെ കാര്യം ആലോചിക്കുമ്പോ വിശപ്പും തോന്നിയില്ല, ദാഹവും തോന്നിയില്ല. അതുപോലെ ഹരിയോ എന്നെ കാണാൻ ആർത്തിയോടെ വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ടും വന്ന് കയറിയ ഉടനെ ഒരു പോക്ക്, ഒരു വാക്ക് ഹരി എന്നോട് ചോദിച്ചോ, വല്ലതും കഴിച്ചോന്ന്, എനിക്ക് സുഖമാണോന്ന്. അതും വേണ്ട, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഒരു നിമിഷമെങ്കിലും സ്പെൻഡ് ചെയ്യണമെന്ന് ഹരിക്ക് തോന്നിയോ? വന്നപ്പോ തന്നെ നീ കുറ്റപ്പെടുത്താൻ തുടങ്ങി. പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കും? കുറ്റപ്പെടുത്തലാണല്ലേ വലിയ പ്രശ്നം. എനിക്ക് പറയാനുള്ളതൊക്കെ കുറ്റപ്പെടുത്തലാണെന്ന് തോന്നിയാ പിന്നെ ഞാൻ എന്ത് പറയാൻ? എനിക്കറിയാം ഹരി ഹരി എന്നെ ഇഷ്ടത്തോടെയല്ല കല്യാണം കഴിച്ചത്. എന്നെ കല്യാണം കഴിക്കുമ്പോഴും ഹരിയുടെ മനസ്സിലാവളായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഹരിയുടെ വോയിസ് എത്ര ടെൻഡറായിരുന്നു. അവരോട് സംസാരിച്ചതുപോലെ അത്രയും റൊമാൻറ്റിക്കായി എന്നോട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. പ്ലീസ് അമൃത. എന്താ എന്താ വിളിച്ചത്? അമൃത? ഞാൻ പ്രിയെന്നാ വിളിച്ചത്. നോ, ഞാൻ വ്യക്തമായിട്ട് കേട്ടു. അമൃത എന്നാ പറഞ്ഞത്. And you are lying. ഞാൻ ഉദ്ദേശിച്ചത് പ്രിയെന്ന് തന്നെയാ. വെറുതെ എന്നെ അതേ പിടിച്ച് വഴക്കുണ്ടാക്കണ്ട പ്ലീസ്. പ്രിയ, നോ. അയ്യോ ഹരി, ഹരി എന്ത് പറ്റി ഹരി? ഒന്നുമില്ല. അയ്യോ ഡാഡി, ഡാഡി, ഹരി എന്തു പറ്റി? ഒന്നുമില്ല. നെറ്റ് മുറിഞ്ഞു? ഇല്ല. നീയാണോ ഇത് ചെയ്തത്? ഇല്ല, സാരില്ല. ഡാഡി, ഞാൻ അറിയാതെ. ഒന്നുമില്ല, ജസ്റ്റ് ആ തവിയൊന്ന് മുട്ടിയതേ ഉള്ളൂ. എന്നിട്ടാണോ ചോര വന്നിരിക്കുന്നത്? അത് സാറില്ല. വേഗം ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്യ്. പ്രിയ, വേഗം കൊണ്ടുപോ. നീ ഇതെങ്ങനെ സെപ്റ്റിക് ആയാൽ? ഏയ്, അങ്ങനൊന്നുമില്ല, വേണ്ട. പ്രിയ, വല്ലതും കഴിക്കാദ്യം. വെറുതെ വിശന്നിരുന്ന അസിഡിറ്റി ഉണ്ടാവും. ഇല്ല, I'm sorry ഹരി. നോ, ആദ്യം ഭക്ഷണം കഴിക്കേ. എനിക്കും വിശക്കുന്നു. വാ, അല്ലെങ്കിൽ ഞാൻ വാരിത്തരാം. ഹരി, ബി എ ഗുഡ് ഗേൾ. കം. കരയാതെ പ്രിയ, സാരല്ല, പോട്ടെ. ഹരി, ഏയ്, sorry. ഇറ്റ്സ് ഓക്കെ, പോട്ടെ. കരയണ്ട, സാരല്ല. Sorry ഹരി. എനിക്ക് വേദനിച്ചില്ല.
ഛേ, എനിക്കൊന്നുമില്ലടാ. ഉറങ്ങാൻ നോക്ക്. ഹരി, ഞാൻ വേദനിക്കുന്നോ? നീ വേദനിപ്പിച്ചാൽ അത് സുഖ. കാരണം അത് സ്നേഹം കൊണ്ടാന്ന് എനിക്കറിയാം. യു ലവ് മീ സോ മച്ച്. അതാ അതിൻ്റെ കുഴപ്പം. ഏയ്, കരയല്ലേ പ്രിയ. ഇറ്റ്സ് ഓക്കെ. പ്രിയ, സാരില്ലെന്ന്. എന്തൊരു കഷ്ടം. ഇടി സരസമ്മേ, പ്രായമാവുന്തോറും നിന്റെ പാചകത്തിന്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ. എന്തു പറ്റി? കൊച്ചേട്ടനും പ്രായമായില്ലേ? നാവിൽ രുചിയറിയാനുള്ള കഴിവ് കുറഞ്ഞു വരികയായിരിക്കും. പ്രായമായെങ്കിലും അതെന്റെ ശരീരത്തെ ഒട്ടും ബാധിച്ചിട്ടില്ലടി. എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല, വാർദ്ധക്യ സഹജമായ മറ്റൊരു അസുഖവുമില്ല. പിന്നെ ഒരല്പം അരിശസ്, ചെറിയ ഗ്യാസ് ട്രബിൾ, പിന്നെ ഹാർട്ടിനൊരു ചെറിയ കുഴപ്പം. ഞാനിപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ ഭക്ഷണം കഴിക്കും. ഈ പ്രായത്തിൽ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കണം രാമകൃഷ്ണ, അല്ലെങ്കിലേ ദഹനക്കേട് വരും. ഭക്ഷണത്തിന്റെ അളവ് നല്ലവണ്ണം കുറച്ചു. ചെറുപ്പകാലത്ത് ഒറ്റ ഇരിപ്പിനിരുന്ന് ഞാൻ ഇടങ്ങഴിയുടെ ചോറുണ്ണുമായിരുന്നു. ഇല്ലേടി സരസമേ? ഈ മീൻകറി ഒട്ടും നന്നായില്ല, എരിവ് തീരെ പോരാ. പ്രായമായാലേ എരിവ് കുറയ്ക്കണം, അല്ലെങ്കിലേ കുടലിന്റെ അകത്ത് പുണ്ണു വരും. മീൻകറി ഞാനല്ല വെച്ചത്, വനജയാ. അങ്ങനെ വരട്ടെ. എന്റെ സഹോദരിയുടെ കൈപുണ്യം അവളുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ല. എടി സിന്ധു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ വിരുന്നുകാരിയെ പോലെ മാറി നിൽക്കരുതെന്ന്? ഇത് നിന്റെ വീടാ, നിന്റെ ഭർത്താവിന്റെ വീട്. ഇനി അടുക്കള നീ അങ്ങ് ഏറ്റെടുക്കണം. നിന്റെ അമ്മായിയമ്മ റെസ്റ്റ് എടുക്കട്ടെ. ഭർത്താവ് അമ്മായിയമ്മ എന്നൊക്കെ കൊച്ചാട്ടനങ്ങ് പറഞ്ഞാ മതിയോ? വിഷ്ണുവിനോട് തോന്നണ്ടേ? തോന്നിയാലും അവൻ തുറന്ന് പറയത്തില്ലടി. എനിക്കറിയാം. എന്റെ മോളെ അവൻ കൈവിടുന്ന പ്രശ്നമേ ഇല്ല. കയ്യിൽ പിടിച്ചാലല്ലേ വിടേണ്ട കാര്യമുള്ളൂ. വിഷ്ണു ഇതേവരെ ഇവളുടെ കൈ പിടിച്ചില്ലല്ലോ. ഈ കുടുംബത്തിലെ പ്രായം കൂടിയ അംഗമെന്ന നിലയിൽ ചെല്ലമ്മപ്പിള്ളയാ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. ഞാൻ പറയുന്നത് ന്യായമല്ലേ? എന്റെ മോനെ ഞാൻ നിങ്ങൾക്ക് തന്നു, പകരം നിങ്ങളുടെ മോനെ എനിക്ക് തരണം. രാമകൃഷ്ണന്റെ മുഖത്ത് നോക്കിയല്ലേ വിഷ്ണു പറഞ്ഞത് ഈ കല്യാണക്കാര്യം മേലിൽ ഇവിടെ സംസാരിച്ചു പോരുതെന്ന്? ശരിയാ, കല്യാണത്തെ പറ്റി സംസാരിക്കണ്ട. കല്യാണം അങ്ങ് നടത്തിത്താ. സരസമ്മേ, ഇടി നീ 2 കഷ്ണം മീൻ കൂടെ എടുത്തേ. വാൽക്കഷ്ണം വേണ്ട, നടുക്കഷ്ണം നോക്കിയെടുത്തോ. അമ്മാവനല്ലേ പറഞ്ഞത് മീൻകറി കൊള്ളത്തില്ലെന്ന്? ഞാൻ ചാറല്ല, കഷണമാ ചോദിച്ചത്. അയ്യടാ, മതി അച്ഛാ, ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് പേരില്ലേ? അതിനെന്താ, ആള് കൂടുന്നതിനനുസരിച്ച് അരി കൂടുതൽ ഇടണം, മീൻ കൂടുതൽ വാങ്ങിക്കണം. അതിനാവശ്യമുള്ളതിൽ കൂടുതൽ വിഷ്ണു സമ്പാദിക്കുന്നുണ്ടല്ലോ. അല്പം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നെന്ന് കരുതി എന്റെ മരുമോൻ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കത്തൊന്നുമില്ല. ഇടി സരസമ്മേ, ഇനി മീൻ വാങ്ങിച്ചാൽ അത് വെട്ടി കഴുകി കറി വയ്ക്കുന്ന ജോലി നീ സിന്ധുവിലേൽപ്പിക്കണം. പാചക കാര്യത്തിൽ നമ്മുടെ അമ്മയുടെ കൈപ്പുണ്യമാവക്ക്. കൊച്ചേട്ടൻ മോളെ എവിടെ കൊണ്ടുവന്നത്? അടുക്കളക്കാരിയാകാനാണോ? സ്വന്തം വീട്ടിൽ അടുക്കളക്കാരിയാകുന്നതിൽ എന്താ തെറ്റ്? സ്വന്തം വീടായില്ലല്ലോ.
വിഷ്ണുവിന്റെ മനസ്സ് മാറുമെന്ന് അറിയട്ടെ. അവന്റെ മനസ്സ് മാറും, ഇല്ലെങ്കിൽ ഞാൻ മാറ്റും. പിന്നെ ഞാൻ പറയുന്നതനുസരിക്കാതെ ഇടങ്കേട് കാണിച്ചാൽ ഞാൻ എന്റെ വിശ്വരൂപം കാണിക്കും. വിശ്വരൂപം കാണിക്കാൻ ഇയാൾ ആര്? മഹാവിഷ്ണു. അതെ, വിഷ്ണുവിന്റെ അമ്മാവനാ ഞാൻ. എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനേക്കാൾ വലിയ വിഷ്ണു, മഹാവിഷ്ണു.